ഹലോ ഗായ്സ്, എം പി ഹിയർ. അപ്പം നമ്മളിന്ന് നമ്മുടെ സ്റ്റാർട്ടർ ബേസ് കിട്ടാനുള്ള റിസോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ഗോൾ മാത്രമേ ഉള്ളൂ, നമുക്ക് സ്റ്റാർട്ടർ ബേസ് കിട്ടാനുള്ള റിസോഴ്സ് കണ്ടുപിടിക്കുക. നമുക്ക് കുറേ വുഡ് ടൈപ്പ് വേണം. നമ്മളെ ഫുള്ളും കളക്ട് ചെയ്യുന്നില്ല, അല്ല സാപ്ലിങ്സ് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് കളക്ട് ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പ് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പുറകിൽ മറ്റു സംഭവം ഞാൻ പിടിപ്പിച്ചായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഈ മൈനിങ് ഏരിയ ഇടയ്ക്ക് ചിലപ്പോൾ പൊട്ടിച്ച് വരാൻ സാധ്യതയുണ്ട്. അവിടെ റെഡ് സ്റ്റോൺ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ താഴെ ഈ മൈനിങ് ഏരിയ മാറ്റി നല്ലൊരു മൈനിങ് ഏരിയ അപ്പുറത്ത് പണിയണം. അത് ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഗെയിം മുന്നോട്ട് പോകുന്നതോറും ഞാൻ പണിതേക്കാം. ഓക്കെ, നമുക്കിവിടെ നിന്ന് താഴത്തോട്ട് കുഴിച്ച് നോക്കാം. ഇനി വല്ല റെഡ് സ്റ്റോണോ ആണോ കിട്ടുമെങ്കിലോ. ഞാൻ അറിയാതൊരു ബ്ലോക്ക് പൊട്ടിച്ചപ്പോഴാണ് ഇവിടെ ഈ റെഡ് സ്റ്റോൺ കണ്ടത്, ഭാഗ്യമായി. നമുക്കിവിടെ നിന്ന് താഴത്തോട്ടൊന്ന് കുഴിച്ച് നോക്കാം ചുമ്മാ. വല്ലതും കിട്ടി നോക്കാം. ഇതുവരെ കുറേ ഡേർട്ടൊക്കെ കാണാം കേട്ടോ. ഇത് മറ്റേ ജിയോയിഡിൻ്റെ സംഭവമല്ലേ? ഇത് ജിയോയിഡിൻ്റെ അതെ ജിയോയിഡ് തന്നെയാണ് കേട്ടോ. എനിക്കിത് ഈ വെള്ള കളർ ബ്ലോക്ക് ആവശ്യമുണ്ട്, ഈ കറുപ്പും വെള്ള എൻ്റെ ബേസ് പണിയാൻ. ഞാനതാണെങ്കിൽ ക്വാർട്സ് ബ്ലോക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ച് പണിയാന്ന് ഓർത്താ. ഭാഗ്യം കൊണ്ട് ജിയോയിഡ് കിട്ടി. നമുക്ക് മറ്റേ ഒരു ബൈനാക്കുലർ പോലത്തെ സംഭവം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് കളക്ട് ചെയ്യട്ടെ. അത് ഞാൻ കുറേ കളക്ട് ചെയ്തു, നമ്മുടെ ബേസിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടി. പിന്നെ നമുക്ക് ഡയോറൈറ്റോ ആൻഡസൈറ്റോ എന്തൊക്കെ വേണം. ഇനി ഇതുകൊണ്ട് നമുക്കൊരു മറ്റേ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാം. നമുക്കിനി അതുകൊണ്ടൊന്ന് നോക്കണം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ, ഇതൊക്കെ വാല്യുബിൾസാണ്. നമുക്ക് പിന്നെ അയണും കിട്ടിയായിരുന്നു, ഇത് നല്ല കാര്യം. 19 അയണായി. ഈ അയൺ ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അത് മറ്റേ ആർമർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി നമുക്ക് മറ്റേ സ്പൈ ഗ്ലാസ് കൊണ്ട് നോക്കണം. നമുക്ക് കുറച്ച് മരം മുറിക്കാം. അയ്യോ സോറിടാ, അറിയാതെ പറ്റിയതാണ്. എന്നെ ഒന്നും തോന്നല് കേട്ടോ. ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെ അങ്ങ് ഓടിക്കാൻ പറ്റും. ഇനി നമുക്ക് റിസോഴ്സ് കളക്ട് ചെയ്യാനുള്ള അടുത്തൊരു മരമാണ് കളക്ട് ചെയ്യേണ്ടത്. നമുക്ക് സ്പ്രൂസ് വേണം, ബ്രിച്ച് വേണം, ഓക്ക് വേണം, പിന്നെ ഡാർക്ക് ഓക്കും വേണം. അത് കുറച്ച് മതി. ഞാൻ പറഞ്ഞ പോലെ അത് ഫുള്ള് കളക്ട് ചെയ്യുന്നില്ല, അത് സാപ്ലിങ്സ് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വെച്ചത് ബോൺ മീൽ ചെയ്തോളാം. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. നമുക്ക് കിട്ടുന്നത്ര വുഡ് കൊണ്ടുവരാം. ഇതിവിടെ വെയിലുണ്ട്, നമുക്ക് അതൊന്ന് കളക്ട് ചെയ്യണം. അത് വെയിലുള്ള മരത്തിൻ്റെ അല്ല, നമുക്കത് കളക്ട് ചെയ്തേക്കാം. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്പൈ ഗ്ലാസ് യൂസ് ചെയ്യണം. ഇതവിടെ ഒരു മരമുണ്ട്, നമുക്ക് അതിൻ്റെ ലീഫ് നമുക്ക് എടുക്കണം. അത് നമുക്കിത് ഈ ഷിയേഴ്സ് കൊണ്ട് എടുക്കാം. ഓക്കെ, നമുക്ക് പുതിയ ഇത് കിട്ടി. എന്തായിരുന്നു അതിൻ്റെ പേര്? വെയിൻ. ഇതെല്ലാ മരത്തിലും ഈ വെയിനുള്ള മരമൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. വെയിൻസ് നമ്മുടെ കുതിരക്കുട്ടയുടെ ഇപ്പം ഉണ്ട്. ജംഗിൾ വുഡ് വേണം കേട്ടോ നമുക്ക്, അത് പറയാൻ മറന്നുപോയി. നമ്മൾ ഇത്രയും തൽക്കാലത്തേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ലാവാ പൂള് കണ്ടുപിടിച്ചായിരുന്നു, നമുക്ക് അതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കാം. ഞാൻ വെള്ളം എടുക്കുന്നില്ല, കാരണം നമുക്കത് ഒബ്സിഡി ഇപ്പോൾ കളക്ട് ചെയ്തേക്കാം. നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കേണ്ടതല്ലേ. പിന്നെ നമ്മൾ റിസോഴ്സ് കളക്ട് ചെയ്യുമ്പോൾ നെതർ പോർട്ടൽ ഉണ്ടാക്കാനുള്ളതും കൂടി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിങ്ങനെ കിടക്കട്ടെ. നമുക്ക് മൈൻ ചെയ്യാൻ ഇച്ചിരി പാടാണെങ്കിൽ ലാവേ വീഴാതെ നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ ഒരെണ്ണം തന്നെ ഒഴിച്ചാൽ മതി, ചെറിയ സ്ഥലമാണ്. നമ്മളാണെങ്കിൽ ബേസിൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു വലിയ ക്രീപ്പർ, അതുകൊണ്ട് ഞാൻ ഓടി വില്ലേജിലോട്ട് വന്ന് ഇവിടെ കിടന്നുറങ്ങി. നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു ബെഡും പൊട്ടിച്ചെടുത്തായിരുന്നു. ഓക്കെ, നമുക്ക് ലീഫ് അങ്ങ് എടുക്കാം. ഒബ്സീഡിയൻ കളക്ട് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അതാണ്ട് അവിടെ സ്പ്രൂസ് കാണാം. പിന്നെ എന്തൊക്കെയോ ഒരു
വലിയ മൗണ്ടനും ഉണ്ട്. സ്പ്രൂസ് അവിടെ കാണാം കേട്ടോ. കണ്ട അയ്യേ, ഇത് കുറച്ചേ ഉള്ളൂ അല്ലേ. ആ കുഴപ്പമില്ല, നമുക്ക് സാപ്ലിങ്സ് കളക്ട് ചെയ്യാം. ഗൈസ് കണ്ട എമറാൾഡ് ഓറ് നല്ലത് തന്നെ, കയ്യിലിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്, എന്താ വേണ്ടാത്തെടുത്ത് കളഞ്ഞേക്കാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് നടന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. എൻ്റെ സ്പ്രൂസ് കളക്ട് ചെയ്യാം. ഇവിടെ കേവൊക്കെ ഉണ്ടല്ലോ, വലുതല്ല, ഇച്ചിരി അത്യാവശ്യം ചെറുതാണ്. നോക്കി ഈ സ്പ്രൂസൊക്കെ അവിടെ 2-3 ഉള്ളൂ. ഈ സ്റ്റാൻഡ് അടുത്തത് കൊള്ളാമല്ലോ. ഇത് ഈ വേൾഡ് കേട്ടാ, അയഡ് മാത്രമേ ഈ വേൾഡിൽ കുറവുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. എമറാൾഡ് വരെ കിട്ടിയ ഈ വേൾഡിൽ നിന്ന്. ഈ ഫ്ലവേഴ്സ് നമുക്ക് വേണ്ടി വരും, നമുക്കത് ഏതെങ്കിലും എടുത്ത് കളയട്ടെ. ഫെദറൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പം ഡിസൈൻ ചെയ്യാനായി. ഫ്ലവേഴ്സ് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് റിസോഴ്സൊക്കെ വെച്ച് നമുക്ക് ഡബിൾ സ്റ്റാക്ക്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഒരു ചെസ്റ്റേ വെച്ചിട്ടുള്ളൂ. നമ്മൾ സാപ്ലിങ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്പ്രൂസിൻ്റെ. അതൊന്ന് കളക്ട് ചെയ്യണം, സ്പ്രൂസിൻ്റെ സാപ്ലിങ്. മച്ചന്മാരും ഞാനാണെങ്കിൽ ഡീപ്പ് സ്ലേറ്റ് കൊണ്ടാട്ടോ വീട് പണിയാൻ പോണേ. പിന്നെ നമ്മളിത് ഈ സ്റ്റോൺ കട്ടറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ വെക്കുക, ഇവിടെ അങ്ങ് വെക്കാം. ഇതിനകത്ത് നമുക്ക് ഡീപ്പ് സ്ലേറ്റ് കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറ്റണം, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീപ്പ് സ്ലേറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബേസ് പണിയാം. നമുക്ക് ഡബിൾ ചെസ്റ്റ് വേണം. കൊച്ചമാരെ, ഇനി നമുക്ക് കുറച്ച് അടുത്ത വുഡിൻ്റെ ടൈപ്സ് കണ്ടുപിടിക്കാൻ പോവാം. ഞാൻ നോക്കട്ടെ എന്തൊക്കെ കിട്ടുമെന്ന്. നമുക്ക് മെയിനായിട്ടുള്ള വുഡൊക്കെ വേണം. ഇവിടെ ഒരു സവാന വീണ്ടും കിട്ടി. സവാന ഒന്നും നമുക്ക് വേണ്ട. ഉമ്മച്ചാന്മാരത് അവിടെ തത്ത, നമുക്ക് അതിനെ എടുക്കാം. അതിന് മുമ്പ് നമ്മുടെ ഇത് ഇപ്പം ഞാൻ കുറച്ച് സീഡ് ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മിട്ടുത്തത്തേക്ക് കൊടുക്കാനാണ്. മിട്ടു വാടാ. മിട്ടു തത്ത ടേമായിട്ടുണ്ട്. അവിടെ മിട്ടു പെണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അവിടെ അടുത്തൊരു മിട്ടു ആണോ അല്ല, നമുക്കവിടെ ഒരു ഇത് കാണാം. എന്തായിരുന്നു അതിൻ്റെ പേര്, മഷ്റൂം. നമുക്കത് വേണം. അതിന് മുമ്പ് നമുക്ക് ഈ തേങ്ങ പോലത്തെ ഈ സംഭവമൊക്കെ കളക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ഓക്ക്, പിന്നെ ബാമ്പുവും. നമ്മൾ കുറച്ച് മെലണും കളക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബാമ്പു കിട്ടി, ഒരെണ്ണേ ഉള്ളൂ. നമുക്കിതങ്ങ് എടുത്തേക്കാം. ഇപ്പോൾ ബാമ്പു ഫോറസ്റ്റ് കിട്ടേണ്ടതാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്കത് കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിക്കാം. കിട്ടി മച്ചാന്മാരെ, ബാമ്പു ഫോറസ്റ്റ്. ഞാൻ പറയില്ലേ, നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെയായിരുന്നു ബാമ്പു ഫോറസ്റ്റ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാമ്പു ഒക്കെ കളക്ട് ചെയ്തിട്ട് ഡാർക്ക് ഓക്ക് കളക്ട് ചെയ്യാൻ പോകും. കണ്ടോ, ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചതാണ്, നിറച്ച് ബാമ്പു കിട്ടി. ഒരു എൻഡർമാൻ പോകുന്നുണ്ട്. ദേ ഡാർക്ക് ഓക്ക്, ഇതേ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്. ഇതേ ഒരു എൻഡർമാൻ. നമുക്ക് ഇവനെ ആഴ്ചയിൽ കൊല്ലായിരുന്നു. നമുക്ക് ഇവിടെ ആ ട്രെയിനിൻ്റെ അവിടെ പോയി വിളിച്ചിരിക്കുക. എന്നിട്ട് മച്ചന്മാരെ, അവനെ ഇതുവരെ കാണുന്നില്ല. അവനെങ്ങോട്ടോ പോയി. നമുക്ക് എൻഡർപോൾ കിട്ടിയില്ല. നമുക്കിനി ഈ മരം കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അത് കളക്ട് ചെയ്ത് നിങ്ങളൊരു സംഭവം കണ്ടോ അവിടെ, കാണിച്ചു തരാം. എവിടെയത്, ഇച്ചിരി ഇവിടെ ഇട്ടാ കണ്ട, അസേലിയ മരം, ഫ്ലവറിങ് അസേലിയ. ഇതിൻ്റെ അടിയിൽ ലഷ്കേവ് ഉണ്ടാവും. ഇതൊരു അടിപൊളി എപ്പിസോഡ് തന്നെ കേട്ടോ മച്ചാമാരെ. അതെ, ഇവിടെയൊക്കെ നിറച്ച് സോംബിയാണല്ലോ ഇത്. ഇവിടെ സൺലൈറ്റ് അടിക്കാത്തതുകൊണ്ടായിരിക്കും ഇതിൻ്റെ അടി വെച്ച്. ഇതേ സ്കെലിറ്റനും സോംബിയും സോംബിഫൈഡ് വില്ലേജറും എല്ലാവരും ഉണ്ട്. നമുക്ക് ഈ ലീഫ് ഇച്ചിരി എടുക്കാം. പിന്നെ നമുക്ക് സാപ്ലിങ് ലഷ്കേവിൽ നിന്ന് എടുത്താൽ മതി. ലീഫ് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഇരിക്കട്ടെ, എന്തായാലും വന്നതല്ലേ. ഒച്ചാമ്പർ ഇത് കണ്ടോ, മറ്റേ ടഫ് ബ്ലോക്ക് ഇല്ലേ അതിൻ്റെ ഇത്. ട്രയൽ ചേമ്പർ തന്നെ കേട്ടോ.
എനിക്ക് തോന്നി ഇതെന്താ ഇവിടെ നമുക്ക് അപ്പുറത്തും അല്ലേ നോക്കാം കുഴിച്ച്. ഞാൻ ഒന്ന് നോക്കട്ടെ. ട്രയൽ ചേമ്പർ ഇപ്പം അങ്ങോട്ട് പോകണ്ട, നമ്മുടെ നല്ല ആർമറൊന്നും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ ആ ട്രയൽ ചേമ്പർ വഴി ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി ഈ ഫിഷിനെ കളക്ട് ചെയ്യാം. നല്ല ഫിഷുണ്ട്. പിന്നെ കിട്ടണമൊക്കെ അങ്ങ് എടുത്തിട്ട് പോവാം. ഇത് സാപ്ലിങ് നമുക്കിതങ്ങ് കളക്ട് ചെയ്യാം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി നടാം. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ മോസ് ബ്ലോക്ക് ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ബോൺ മീൽ ചെയ്താലും കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് സ്പ്രൂസും എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അധികം എടുത്തില്ല, കാരണം അവിടെ 2-3 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഈ മോസി കോബിൾ സ്റ്റോണും കൂടി എടുക്കാം. ഇതിനെ ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ മഷ്റൂംസും കുറേ ഉണ്ട്, നമുക്ക് എടുക്കണം. ഇതേ കറുത്ത വെട്ടി. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വേണ്ടാത്ത ഏതൊക്കെയാ? ആ ലീഫല്ലല്ലോ അതിൻ്റെ പേര്. മറ്റേ ഉണങ്ങിയ ഇല എടുത്ത് കളയണോ? അതെടുത്ത് കളഞ്ഞേക്കാം. നമുക്ക് അത് കളയണ്ട, അത് തന്നെ കളഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ളങ്ങ് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് ഏത് വുഡാണ് വേണ്ടത്? ഇനി വുഡൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ഹായ് കുട്ടാ. ഞാൻ ബോണൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ എന്നെ ടേം ചെയ്യായിരുന്നു. പക്ഷേ ഒരു നല്ല രസമുണ്ട് കാണാം. പിന്നെ ഞാനിവിടെ സ്ട്രക്ചർ കണ്ടുപിടിച്ചു കേട്ടോ. അതേമാതിരി നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി ശ്വാസം എടുത്തിട്ട് ഇത് മൈൻ ചെയ്യാം. ഓ ലക്ക് ഫസ്റ്റത്തെ തന്നെ കിട്ടി. ട്രഷർ മാപ്പാണ്. നമ്മുടെ നേരത്തെ ട്രഷർ തന്നെയാണോ എന്ന് അറിയാൻ മേലല്ലോ. നമുക്ക് നോക്കട്ടെ. മറ്റേ ട്രഷർ മാപ്പ് എടുത്തിട്ട് നോക്കാം. പിന്നെ നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇതേവിടെ റൂയിൻഡ് ബോട്ടിലുണ്ട്, അതിൻ്റെ അകത്ത് എന്താണോ എന്തോ, ഞാൻ അത് നോക്കിയില്ല. പിന്നെ ഞാൻ ക്രൈയിങ് ഒബ്സീഡിയൻ പൊട്ടിച്ചോണ്ടിങ്ങ് വന്ന്. രണ്ട് മാപ്പാട്ടാ മച്ചാന്മാരെ. അത് നമുക്ക് നല്ല കാര്യം. രണ്ട് മാപ്പായതുകൊണ്ട് നമുക്ക് ഇനി ഒരു ഹാർട്ട് ഓഫ് ദ സീയും കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. മച്ചാന്മാരെ, ഞാൻ സ്ലാപ്ലിങ്സ് ഒക്കെ അവിടെ നട്ടിട്ടുണ്ട്. ഈ നമുക്ക് എല്ലാ റിസോഴ്സും കളക്ട് ചെയ്ത്. പിന്നെ ഓഫ് ക്യാമറ ഞാൻ സാപ്ലിങ്സ് ബോൺ മീൽ ചെയ്ത് നല്ല കുറേ ആക്കിയേക്കാം. പിന്നെ നമുക്ക് ഇതേ ഒരു മീനെ കിട്ടിയായിരുന്നു. നമുക്കിനി ഒരു പോണ്ട് ഇവിടെ പണിയണം. അത് നമുക്ക് വീട് പണിതിട്ട് മതി. തൽക്കാലത്തേക്ക് നമ്മൾക്കൊരു കുഴി കുഴിച്ച് അവനെ അതിനകത്ത് ഇവിടെ ഇട്ടേക്കാം. അവന് ചുമയാണ്. ഇതിവിടെ നമുക്ക് ഇങ്ങനെ വിട്ടേക്കാം. നല്ല മഞ്ഞ മീൻ. ഈ മീൻ ലഷ്കേവേ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് തോന്നണം കേട്ടോ ആചാമാരെ. കയറാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാൻ വരെ ബൈ. പിന്നെ ചിലപ്പോൾ ഞാൻ വേറൊരു സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.